ഇത് കിട്ടിക്കഴിഞ്ഞാൽ സേഫ്റ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ഏകദേശം ഇക്വലന്റ് ആണെന്ന് പറയാവോ? പെർസ് എല്ലാം കൂട്ടി ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ഇക്വലന്റ് അല്ലത്, ഗവൺമെന്റ് ജോലിയാണത്. അത് ഗവൺമെന്റ് ജോലി തന്നെയാണ് കിട്ടുന്നത്. ഗവൺമെന്റ് ജോലി അതായത് PSC കിട്ടുവാണെങ്കിൽ, PSC നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഇരുന്ന് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി തന്നെ കൊണ്ടുതരുന്നത്. നിങ്ങൾ ഒരു എക്സാം UPSCയോ അല്ലെങ്കിൽ ഗേറ്റോ എഴുതാണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി അവിടെ കിട്ടുക. NIT, കൊച്ചും ക്യുസാറ്റ് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ പറയുന്നത്? ആ ഒരു സെയിം ലെവലാണോ? അത് ഞാൻ പറയാം. അത് ഭയങ്കര കോമഡി. ഇപ്പം ഞാനിപ്പോ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം എന്റെ കൂടെ ഉള്ള കൊളീഗ്സ് എല്ലാവരും IIT-ക്കാരും NIT-ക്കാരും. ഇപ്പൊ മെക്കാനിക്കൽ ആയാലും ഇൻസ്ട്രുമെന്റേഷൻ, സിവില്, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ സ്റ്റുഡൻസും NIT IIT. അതിലൂടെ ഓടുന്നായിട്ട് നിൽക്കുന്ന സേഫ്റ്റി ഫയർ മാത്രമേ ഉള്ളൂ. അതിൽ ക്യുസാറ്റ് വരും. ക്യുസാറ്റ് അപ്പൊ ആ ഒരു ലെവലിലായി ഓൾറെഡി. ഞാൻ പറയുക ആ ലെവലല്ല. ക്യുസാറ്റ് എന്നുള്ള പാസ് ഔട്ട് ആയിട്ട് വരുന്നവര്, ഞാനിപ്പോ എനിക്കറിയാം എന്റെ സീനിയേഴ്സ് ഉണ്ട്, എന്റെ ജൂനിയേഴ്സ് ഉണ്ട്, അവരെപ്പോഴും മറ്റവരെ കളി മുകളിൽ ഒരു പടിയാണ്. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അത് ചിലപ്പോൾ മലയാളികളായോണ്ടായിരിക്കും. മലയാളികൾക്ക് എന്തോ സ്കില്ലുണ്ട്. അത് ഇവര് തന്നെ പറയുക. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആന്ധ്രാപ്രദേശില്ല, അവര് തന്നെ പറയുകയും ചെയ്യുന്നത്. മലയാളികളാണെങ്കിൽ മലയാളികൾ കുറച്ച് ഇന്റലിജന്റ് ആയിരിക്കും, സ്മാർട്ട് ആയിരിക്കും, അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെന്റ് വേയിലായിരിക്കും. എപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴും 5 സ്റ്റാർ അക്കോമഡേഷൻ ആയിരിക്കും. 5 സ്റ്റാർ താഴെ പരിപാടിയൊന്നും കാണത്തില്ല. അതായത് ഫോൺ വാങ്ങിക്കാനുള്ള പൈസ, പിന്നെ ജിം മെമ്പർഷിപ്പ്, വർഷം 25,000 രൂപയുടെ ജിം മെമ്പർഷിപ്പിനുള്ള പൈസ, പിന്നെ മെഡിക്കൽ റീഇംബോഴ്സ്മെന്റ്. നിങ്ങളായാലും നിങ്ങളുടെ അച്ഛനമ്മമാരായാലും അവർക്ക് വർഷം 50,000 രൂപ വരെ എന്ത് മെഡിസിൻ വാങ്ങിച്ചാലും അത് റീഇംബേഴ്സ് ആയി കിട്ടും. അത് ഒരു പോളിസി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് 10 ലക്ഷം രൂപ വരെ ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും അച്ഛനമ്മമാരായാലും നിങ്ങളായാലും നിങ്ങളുടെ സഹോദരങ്ങളായാലും ഹോസ്പിറ്റലൈസ് ചെയ്ത 10 ലക്ഷം രൂപ വരെ അവർ കവർ ചെയ്യും. അപ്പൊ ഇതേമാതിരിയുള്ള ബെനിഫിറ്റ്സ്, ഇതിനേക്കാളും ബെനിഫിറ്റ്സ് ആയിരിക്കും PSC-കളിൽ. ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കൻ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഗേറ്റിൽ പഠിക്കുക മാത്രമല്ല, ടോപ്പ് റാങ്കിൽ വരണം. ടോപ്പ് റാങ്കിൽ അത്രയും പേര് കോമ്പറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെറും ഇവിടെ കോമ്പറ്റ് ചെയ്യാൻ അവര് ബാക്കി സ്റ്റുഡൻസ് സേഫ്റ്റി ആൻഡ് ഫയർ പഠിക്കുന്നവര് ജസ്റ്റ് 60 പേരുമായിട്ടായിരിക്കും കോമ്പറ്റ് ചെയ്യുന്നത്. 60 പേരായിട്ട് കോമ്പറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്നത് ഗെയിൽ, ONGC, IOCL, BPCL, ഓയിൽ ഇന്ത്യ, ഇതേപോലുള്ള കംപ്ലീറ്റ് PSC-കളും അവിടെ വന്ന് പ്ലേസ്മെന്റിന് എടുക്കാറുണ്ട്. എല്ലാവരും എല്ലാ തവണയും വരണമെന്നില്ല. പക്ഷേ ഗെയിലും ONGC-യും IOCL-ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കമ്പനികളാണ്. അവര് വരുന്നത് കൊണ്ട് അവരുടെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും, നല്ല ഒരു പ്ലേസ്മെന്റ് പാക്കേജ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. ഏകദേശം ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്റെ ബാച്ചിൽ ഗെയിൽ ഓഫർ ചെയ്തിരുന്നത് ഒരു 22 LPA ആയിരുന്നു. കോമ്പറ്റീഷനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ 60 പേര്. 60 20-25 വരെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ്. അവരുടെ ഒരേ ടാർഗറ്റ് ഈ PSC ആയിരിക്കും. അത് ആ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അവർ ഇതിനു വേണ്ടി മാത്രം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. ഈ ക്വിസാറ്റിന് വേണ്ടി മാത്രം നോക്കി പഠിച്ച് വന്നവരുണ്ട്. കാരണം ഇവരുടെ അച്ഛന്മാരും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇത് അറിഞ്ഞിട്ട് ഇവരിവിടെ അയക്കുന്ന അങ്ങനത്തെ രീതിക്കുള്ള ആൾക്കാരായിരുന്നു. കേരളത്തിലുള്ളവർക്ക് അറിയത്തില്ല. ഇവരാണെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് ഫയർ അതെന്താന്നുള്ള രീതിക്കായിരുന്നു എല്ലാവരും ചോദിച്ചോണ്ടിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് അവർ വിചാരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഈ സേഫ്റ്റി ഡിപ്ലോമ, ഫയർ ആൻഡ് സേഫ്റ്റി കേൾക്കാവോ? ക്യുസാറ്റില് എങ്ങനെയായിരുന്നു അവിടുത്തെ പ്ലേസ്മെന്റിനെ പറ്റിയൊക്കെ ആദ്യം ഒന്നും പറയുമ്പോ? ഞാന് 2022 ബാച്ച് പാസ് ഔട്ട് ആയിരുന്നു. അപ്പോ ആദ്യം ഞാൻ കോഴ്സിനെ പറ്റി പറയാം. കോഴ്സ് വളരെ നല്ല കോഴ്സ് തന്നെയാണ്. നല്ല രീതിക്ക് പഠിക്കാൻ നല്ല എളുപ്പമുള്ള കോഴ്സാണ്. അത് പക്ഷേ അതിനേക്കാളും അത് പഠിക്കുന്ന ആൾക്കാരുടെ അനുസരിച്ചിരിക്കും. അവരുടെ എങ്ങനെയാണ് ആ ഒരു ഇൻസൈറ്റ്, അവരുടെ അതായത് അവർക്കൊരു വ്യൂ കാണുമല്ലോ അവരുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കുറച്ച് പ്രിഫറൻസസ് കാണും, അവരുടെ ജോലി എങ്ങനെ ആയിരിക്കണം. അപ്പം അതിനെ നല്ല രീതിക്ക് ഡിപ്പെൻഡ് ചെയ്യും. കാരണം നല്ല രീതിക്ക് ചാൻസും നല്ല രീതിക്ക് എന്താ പറയാ ജോബ് ഫ്രീഡവും ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ളൊരു ഫീൽഡ് തന്നെയാണ് സേഫ്റ്റി ആൻഡ് ഫയർ. പക്ഷെ അതിൻ്റെതായ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയുമ്പം അവർക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം, അവർക്കത് മനസ്സിലാവണം എന്താണ് കാര്യം എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പം ഞാൻ ഇതിനോട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡായിട്ട് പറയാം. ഈ ഫീൽഡ് നല്ല ഫീൽഡ് തന്നെ. അപ്പൊ ഇതിനൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്. ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടർ സയൻസിനും ഭയങ്കരമായിട്ടുള്ള പ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, വൺ ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പം പക്ഷേ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെടാത്ത ഒരു ബാച്ച് സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് അത്ര ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതോ ആയിട്ടുള്ള പിള്ളേർക്ക് ഈ ഒരു ഫീൽഡ് വളരെ നല്ലത് തന്നെ. അപ്പം ഈ ഒരു ഫീൽഡ് എന്താ നിങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ മാനറിൽ എങ്ങനെ സേഫ്റ്റിയെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യാം,
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. പഠിക്കാനുള്ള ബ്രാഞ്ചുകൾ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ബ്രാഞ്ചുകളെ കളിയൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സേഫ്റ്റി ആൻഡ് ഫയർ തന്നെ. ഇതിൽ ഫസ്റ്റ് ഇയർ ബാക്കിയുള്ള ബ്രാഞ്ചുകളൊക്കെ സെയിം തന്നെ ആയിരിക്കും, കമ്പ്യൂട്ടറും കുറച്ചൊക്കെ കാണും. പിന്നെ ബാക്കി സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് സേഫ്റ്റി ആയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെക്കാനിക്കൽ കുറച്ച് പഠിക്കും, ഇലക്ട്രിക്കൽ കുറച്ച് പഠിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഭാഗങ്ങളുണ്ട്, എല്ലാം കുറച്ച് പഠിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു മിക്സ് ആണ്. പിന്നെ ഫോർത്ത് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്പെഷ്യലൈസേഷനും ചിലർക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, അങ്ങനത്തെ ഒരു പാർട്ടാണ്. മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് CGPA ഒക്കെ നല്ല രീതിക്ക് ചില കമ്പനികൾ CGPA നോക്കിയാണ് പ്ലേസ്മെന്റ് എടുക്കുന്നത്. അതുകൊണ്ട് CGPA നിങ്ങൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പഠിച്ച് ബാക്കിയുള്ള ബ്രാഞ്ചുകളൊക്കെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. അതിനേക്കാളൊക്കെ നല്ല രീതിക്ക് CGPA പഠിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഞാൻ പിന്നെ മെയിനായിട്ട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രിഫറൻസ് എന്ന് ആലോചിച്ച് നല്ലോണം തീരുമാനിച്ചിട്ട് മാത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിനും നല്ല എന്ന് പറഞ്ഞാൽ നല്ല ചാൻസ് ഉള്ള ഫീൽഡ് തന്നെയാണ്. പിന്നെ ഈ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എന്താ പറയുക, എനിക്കൊന്ന് ഒരു ഓൾ ഇന്ത്യ റാങ്ക് 100,000 അങ്ങനെ എന്തോ വരുന്നത് ഈ സേഫ്റ്റി കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസും സേഫ്റ്റി ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് റാങ്കിങ് എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ പഠിച്ച സമയത്ത് അതേപോലെ ആയിരുന്നു. അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഭയങ്കര ഡിഫറൻറ്റാണ്, രണ്ട് ഫീൽഡും ഭയങ്കര ഡിഫറൻറ്റാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ, അതിനേക്കാളും കൂടുതലാണ്. പിന്നെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് പുറത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള കമ്പനികൾ അപ്ലൈ ചെയ്യാനോ അങ്ങനെയൊക്കെ നോക്കി വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ തിരിച്ച് നമ്മൾ സേഫ്റ്റി ആൻഡ് ഫയർ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷന്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത്, പെട്രോ കെമിക്കൽ, പിന്നെ മൈനിങ്, അങ്ങനെയൊക്കെയാണ്. അപ്പം അതിൽ ഗേൾസിന് കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വരും എന്തായാലും. ബോയ്സിനായാലും കുറച്ച് ഡിഫിക്കൽട്ടി ചിലരൊക്കെ ഫേസ് ചെയ്യും. കാരണം ഇതിൽ മിക്ക ഇൻഡസ്ട്രീസ്, അതായത് കൺസ്ട്രക്ഷനും ഈ പറയുന്ന എന്താ പറയുക IT, ഡാറ്റാ സെന്റർ അങ്ങനെയൊക്കെ പറയുന്ന കമ്പനികളിലും HSC എഞ്ചിനീയേഴ്സിന് ആവശ്യമാണ്. പക്ഷേ അതല്ലാണ്ട് ബാക്കി വരുന്ന സെക്ടറുകളുണ്ട്, മൈനിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതൊക്കെ ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഏരിയകളായിരിക്കും. പക്ഷേ റിമോട്ട് ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. അതിന്റെ പേ വരുമ്പോഴായാലും അതല്ലാണ്ട് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് വരുമ്പോഴായാലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഏരിയ റിമോട്ട് ആയിരിക്കും, അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ചിലർക്ക് ഫീൽ ചെയ്യും, എല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് പറയത്തില്ല. പിന്നെ ഈ ഇന്ത്യയിലെ കോളേജുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇതിന്റെ ഒരു റാങ്കിങ്? അപ്പോൾ നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ക്വസ്റ്റാറ്റിനുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ത്യയിലെ റാങ്കിങ് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഫയറിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുക NFSC നാഗ്പൂർ എന്നാണ്. NFSC നാഗ്പൂർ ഒരു ഫയർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ നിന്നുള്ള ബിടെക് സ്റ്റുഡന്റിനെ ഫയറിന് പ്രിഫർ ചെയ്യുക. പക്ഷേ ക്വിസായിട്ടിലുള്ള സ്റ്റുഡന്റിന് സെക്കൻഡ് പ്രിഫറൻസ് ആണ് വരുന്നത്. പക്ഷേ HSC അതായത് സേഫ്റ്റി വന്നു കഴിഞ്ഞാൽ ക്വിസായിട്ടായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം ക്വിസായിട്ടിലെ സ്റ്റുഡൻസ് സേഫ്റ്റിയും പഠിക്കുന്നുണ്ട്, ഫയറും പഠിക്കുന്നുണ്ട്. നാഗ്പൂരിലെ സ്റ്റുഡൻസ് ഫയർ എഞ്ചിനീയറിംഗ് മാത്രമേ ഉള്ളൂ, പക്ഷേ അവർക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കമ്പനി, ഞാനിപ്പോൾ കേണ ഓയിൽ ആൻഡ് ഗ്യാസിൽ 2.5 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എന്റെ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നാഗ്പൂറുള്ള എന്റെ ബാച്ചിലുള്ള ഒരു പുള്ളിയായിരുന്നു അവിടെ ഇരുന്നത്. അപ്പൊ ഞാൻ HSCയിലായിരുന്നു, നാഗ്പൂർ ഫയറിലുള്ള നാഗ്പൂരായിരുന്നു. പക്ഷെ അതിനു മുന്നേ ഞാനായിരുന്നു ഫയറിലിരുന്നത്. അപ്പൊ ഞാൻ അവിടെ ഏതാണ്ട് ഫയർ ചീഫിന്റെ പൊസിഷനിലായിരുന്നു ഇരുന്നത്. കാരണം ഫയർ ചീഫ് ഞാൻ ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഫയർ ചീഫ് റിട്ടയർഡായി. ആയപ്പം ജസ്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി വന്നു, ഫയർ ചീഫിന്റെ പൊസിഷൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ HSC റെസ്പോൺസിബിലിറ്റി അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തവര്, അല്ലെങ്കിൽ എന്താ പറയാ റിസ്ക് പേടിയുള്ളവര്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു വേണം എടുക്കാനായിട്ട്. എല്ലാ കമ്പനികളിലും ഇതേമാതിരി റിസ്കിയാണെന്നല്ല പറയുന്നത്. പക്ഷെ ചില കമ്പനികൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തു തരും. ഇപ്പൊ ഞാൻ പോയ കമ്പനിയിൽ എനിക്ക് നല്ല രീതിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാലറി, അങ്ങനെ ഒരു കരിയറിന്റെ റിലേറ്റഡ് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് കിട്ടുന്ന സാലറിനെ പറ്റിയും പ്ലേസ്മെന്റിനെ പറ്റിയും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിനെ പറ്റി പറയാല്ലേ. അപ്പം കരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ, അത് ആദ്യം നമുക്ക് അറിയേണ്ടത് പഠിക്കുന്നതിനെ പറ്റിയ. പഠിക്കാൻ നല്ല എളുപ്പം തന്നെ, മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല എളുപ്പം, പാസ്സായി പോകാനും കോമൺ ആയിട്ട് വരുന്ന ചില പാടായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്. അത് ഈ എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചില സ്റ്റുഡൻസിന് നല്ല പാടാണ്. അത് ഇതിലും വരുന്നുണ്ട്. അതൊക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പാസ്സാവുന്ന എല്ലാം വളരെ ഈസിയായി പഠിക്കാൻ നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പ്ലേസ്മെന്റ് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് എല്ലാ സബ്ജക്റ്റും, അതായത് സപ്ലൈ ഇല്ലാണ്ട് പാസ്സായി കഴിഞ്ഞാൽ ഏകദേശം 90% പേർക്കും ആദ്യത്തെ അവിടെ തന്നെ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞനുസരിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 10% പേരും പ്ലേസ്മെന്റ് ആയി എന്നാണ് എന്റെ അറിവ്. പക്ഷേ 90% പേരും പ്ലേസ്മെന്റ് ആയിരുന്നു അന്ന് തന്നെ. കമ്പനികളാണെങ്കിൽ ഏകദേശം ഞാൻ പറയാം ഒരു
എനിക്കൊന്ന് 20 തൊട്ട് 25 കമ്പനികളെന്തോ അവിടെ പ്ലേസ്മെന്റ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പല പല സെക്ടറിൽ നിന്ന്. ചിലർ കൺസ്ട്രക്ഷൻ ആയിരിക്കും, ചിലർ എനർജി സെക്ടർ ആയിരിക്കും, ചിലർ ഓയിൽ ആൻഡ് ഗ്യാസ്, ചിലർ മൈനിങ്, അങ്ങനെ പല 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 സെക്ടറിൽ നിന്ന്. പിന്നെ സേഫ്റ്റി ആൻഡ് ഫയറിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, അത് അധികം ആർക്കും അറിഞ്ഞാത്തൊരു കാര്യമാണ്, അതൊരു വലിയ ഷോർട്ട് കട്ടുമാണ്. അപ്പം കൂടുതൽ ആൾക്കാരും ഇപ്പൊ എന്റെ ബാച്ചിലായാലും നോർത്ത് ഇന്ത്യൻസ് കുറെ ഉണ്ട്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻസ് വരുന്നതെല്ലാം ഈ ഒരു ഫാക്ടർ മാത്രം അറിയാനായിട്ടാണ്. അതായത് അവർക്ക് വേറെ താല്പര്യം കൊണ്ടല്ല, ഈ സേഫ്റ്റി ആൻഡ് ഫയർ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് PSCകളിൽ ജോലി കിട്ടും. അവിടെ വേറെ ഗേറ്റിന്റെ ആവശ്യമോ വേറെ ഇന്റർവ്യൂവിന്റെ ആവശ്യം ഒന്നുമില്ല. ശരിയാ. അതായത് മെക്കാനിക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം ഗേറ്റിന് കളഞ്ഞു ഗേറ്റിൽ പഠിക്കുക മാത്രമല്ല, ടോപ്പ് റാങ്കിൽ വരണം. ടോപ്പ് റാങ്കിൽ അത്രയും പേര് കോമ്പറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെറും ഇവിടെ കോമ്പറ്റ് ചെയ്യാൻ അവര് ബാക്കി സ്റ്റുഡൻസ് സേഫ്റ്റി ആൻഡ് ഫയർ പഠിക്കുന്നവര് ജസ്റ്റ് 60 പേരുമായിട്ടായിരിക്കും കോമ്പറ്റ് ചെയ്യുന്നത്. 60 പേരായിട്ട് കോമ്പറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്നത് ഗെയിൽ, ONGC, IOCL, BPCL, ഓയിൽ ഇന്ത്യ, ഇതേപോലുള്ള കംപ്ലീറ്റ് PSCകളും അവിടെ വന്ന് പ്ലേസ്മെന്റിന് എടുക്കാറുണ്ട്. എല്ലാവരും എല്ലാ തവണയും വരണമെന്നില്ല, പക്ഷേ ഗെയിലും ONGCയും IOCLൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കമ്പനികളാണ്. അവര് വരുന്നത് കൊണ്ട് അവരുടെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും, നല്ല ഒരു പ്ലേസ്മെന്റ് പാക്കേജ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. ഏകദേശം ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്റെ ബാച്ചിൽ ഗെയിൽ ഓഫർ ചെയ്തിരുന്നത് ഒരു 22 LPA ആയിരുന്നു. 22 LPA അവർ ഓഫർ ചെയ്യുന്നത് ഇൻ ഹാൻഡ് ഏകദേശം ഒരു എനിക്കൊന്ന് 18 17 അങ്ങനെ എന്തൊക്കെ ഇൻ ഹാൻഡ് വരുന്നത്. ബാക്കി എന്തെങ്കിലും കമ്പോണൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഓയിൽ ഇന്ത്യ വന്നിട്ട് 18 LPA ആയിരുന്നു. പിന്നെ അതേപോലെ IOCയിലും PSCകളെല്ലാം ആ ഒരു റേഞ്ചാണ്, 16, 17, 18 ആ ഒരു റേഞ്ചിലായിരിക്കും PSCകളെല്ലാം പാക്കേജ് പറയുന്നത്. അതാണ് കിട്ടാന്നുള്ളത് എളുപ്പമല്ലേ? 1.5 ലക്ഷം കിട്ടത്തില്ല. ഈ PSCകളുടെ പ്രശ്നം, അവർ പാക്കേജ് ഇത്രയും പറയും, പക്ഷേ ഇൻ ഹാൻഡ് വരുമ്പം ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചായിരിക്കും സാലറി. ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ PFO അങ്ങനെ വേറെ കമ്പോണന്റുകളാണ്, അത് നമ്മൾക്ക് കയ്യിൽ ഡയറക്റ്റ് കിട്ടത്തില്ല. പക്ഷെ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിന്ന കമ്പനി എന്റെ ബെനിഫിറ്റ്സ് അത് പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് സെക്ടറിലെ PSCകളിൽ എങ്ങനെ ആയിരിക്കും. ഇപ്പൊ എന്റെ കമ്പനിയിൽ എന്റെ ഒരു സാലറി എന്ന് പറയുന്നത് ഫിക്സഡ് കൈ കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 80,000 തൊട്ട് 90,000 വരെ. അതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യും, പ്രൊഡക്ഷൻ അനുസരിച്ച് മാസം തോറും സാലറി വേരി ചെയ്യും. പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ സാലറി കൂടുതൽ കിട്ടും. അങ്ങനെ ഒരു സെറ്റപ്പാണ് പ്രൊഡക്ഷൻ മാസം പറയും. അപ്പോൾ ഒരു 80,000 തൊട്ട് 90,000 വരെ കൈ കിട്ടും ടാക്സ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് പറഞ്ഞാൽ BYOD എന്ന് പറഞ്ഞ പോളിസി ഉണ്ട്. അതായത് ഫോൺ വാങ്ങിക്കാനുള്ള പൈസ, പിന്നെ ജിം മെമ്പർഷിപ്പ് വർഷം 25,000 രൂപയുടെ ജിം മെമ്പർഷിപ്പിനുള്ള പൈസ, പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. നിങ്ങളായാലും നിങ്ങളുടെ അച്ഛനമ്മമാരായാലും അവർക്ക് വർഷം 50,000 രൂപ വരെ എന്ത് മെഡിസിൻ വാങ്ങിച്ചാലും അത് റീഇംബേഴ്സ് ആയി കിട്ടും. അത് ഒരു പോളിസി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് 10 ലക്ഷം രൂപ വരെ ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും അച്ഛനമ്മമാരായാലും നിങ്ങളായാലും നിങ്ങളുടെ സഹോദരങ്ങളായാലും ഹോസ്പിറ്റലൈസ് ചെയ്ത 10 ലക്ഷം രൂപ വരെ അവർ കവർ ചെയ്യും. അപ്പൊ ഇതേമാതിരിയുള്ള ബെനിഫിറ്റ്സ്, ഇതിനേക്കാളും ബെനിഫിറ്റ്സ് ആയിരിക്കും PSCകളിൽ. ഇത് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ട്രാവലിംഗ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വീട്ടിൽ പോകാനാണ് ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കമ്പനി തന്നെ ബുക്ക് ചെയ്ത് തരുമായിരുന്നു. അത് ഗവൺമെന്റ് കമ്പനികൾക്ക് കിട്ടത്തില്ല, അത് ഈ പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ചില ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സേഫ്റ്റിയുടെ എല്ലാവരും എടുക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഒരു ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത് ഈ PSC ഡയറക്റ്റ് പ്ലേസ്മെന്റ്. അതായത് ഇപ്പം ഇത് കിട്ടിക്കഴിഞ്ഞാൽ, സേഫ്റ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ഏകദേശം ഇക്വലന്റ് ആണെന്ന് പറയാമോ? എല്ലാം കൂട്ടി ഗവൺമെന്റ് ജോലി കിട്ടിയതിന് ഇക്വലന്റ് അല്ലത്, ഗവൺമെന്റ് ജോലിയാണത്. അത് ഗവൺമെന്റ് ജോലി തന്നെയാണ് കിട്ടുന്നത്. ഗവൺമെന്റ് ജോലി അത് PSCകളിൽ കിട്ടുവാണെങ്കിൽ, PSCകളിൽ നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇരുന്ന് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി തന്നെ കൊണ്ടുതരുന്നത്. നിങ്ങൾ ഒരു എക്സാം UPSCയോ അല്ലെങ്കിൽ ഗേറ്റോ എഴുതാണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി അവിടെ കിട്ടുക. കോമ്പറ്റീഷനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ 60 പേര്. 60 20 തൊട്ട് 25 വരെ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ്. അവരുടെ ഒരേ ടാർഗറ്റ് ഈ PSC ആയിരിക്കും. അത് ആ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അവർ ഇതിനു വേണ്ടി മാത്രം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട്. ഈ ക്വിസാറ്റിന് വേണ്ടി മാത്രം നോക്കി പഠിച്ച് വന്നവരുണ്ട്. കാരണം ഇവരുടെ അച്ഛന്മാരും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇത് അറിഞ്ഞിട്ട് ഇവരെ അയക്കുന്ന അങ്ങനത്തെ രീതിക്കുള്ള ആൾക്കാരായിരുന്നു. കേരളത്തിലുള്ളവർക്ക് അറിയത്തില്ല. ഇവരാണ് ഞാൻ പഠിച്ച സമയത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് ഫയർ അതെന്താന്നുള്ള രീതിക്കായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഈ സേഫ്റ്റി ഡിപ്ലോമ ഫയർ ആൻഡ് സേഫ്റ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ പറയും, എന്റെ പ്ലാന്റ് ഫയർ ചീഫിന്റെ സാലറി ഏകദേശം 40 LPA 40 LPA. പുള്ളിക്കാരെ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഇവർ പിന്നെ ഓഫർ ചെയ്ത് സെയിം ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് ജോബ് പോസ്റ്റിംഗ് കിട്ടുന്നത് 40 LPA സാലറിക്കാണ്. പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അത്യാവശ്യം. എന്നാലും
അതായത് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി വരത്തേ ഉള്ളൂ. അതും ഭയങ്കരമായിട്ട് ഷോർട്ടേജും ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് വേറെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു പ്രിഫറൻസ് കിട്ടണമെന്നില്ല. പക്ഷെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി പ്രൈവറ്റ് ആയാലും എങ്ങനെയെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി കയറി പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂളായിട്ട് പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ കയറാൻ പറ്റും. ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ എന്റെ ക്രൈറ്റീരിയ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കൂടെ വർക്ക് ചെയ്ത കുറെ പേര് അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് പിന്നെ ഡയറക്റ്റ് ഇന്റർവ്യൂ കയറിയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ കയറിയ കുറെ പേരുണ്ട്. കുറച്ച് പേര് ബാർക്കിലും ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ന്യൂക്ലിയർ ഫെസിലിറ്റികളിലും കയറാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്. പിന്നെ എന്താ പറയാ നമ്മുടെ NTPC അങ്ങനെയുള്ള വലിയ വലിയ പ്ലാന്റുകളിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പ്ലാന്റുകളിൽ കയറാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ. കാരണം അത്ര വിലയുണ്ട് അതിന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്ലേസ്മെന്റ് ആവും. കാരണം 60 പേരിൽ 25 കമ്പനി എന്ന് പറയുമ്പോൾ 2 പേരെ വെച്ചെടുത്താൽ തന്നെ ഫുള്ളായി. പ്ലേസ്മെന്റ് ആയില്ലേ പോലെ എങ്ങനെയാ ഓപ്പർച്യൂണിറ്റി? ഡയറക്റ്റ് ഇൻടേക്ക് ആണോ എല്ലാവരും? ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാവർക്കും കിട്ടാൻ നല്ല ചാൻസ്. എന്റെ ക്ലാസ്സിൽ ഞാൻ പറയാം 60 പേരിലൊരു 55 പേർക്കും പ്ലേസ്മെന്റ് ആയിരുന്നു. ബാക്കിയുള്ള 5 പേര് അത്രയ്ക്ക് മോശമായിട്ടാണ് അവർക്ക് കിട്ടാനത്. അവർക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് പക്ഷെ അങ്ങനെയുള്ളവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായി പോയിട്ടോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരും കിട്ടാനൊന്നും നിന്നില്ല, അവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 55 പേര് കിട്ടിയെന്ന് പറഞ്ഞതിൽ ഏകദേശം 20 പേർക്ക് ഡബിൾ പ്ലേസ്മെന്റ് ആയിരുന്നു. രണ്ട് പ്ലേസ്മെന്റ് വെച്ച് കിട്ടിയ ഇരട്ട പ്ലേസ്മെന്റ് കിട്ടിയ കുറെ പേരുണ്ടായിരുന്നു. അതായത് ആമസോണൊക്കെ ഉണ്ടായിരുന്നു. ആമസോൺ വെയർഹൗസ് സേഫ്റ്റി എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല പല ഇൻഡസ്ട്രി. അപ്പൊ ആമസോണെ കൊണ്ടപ്പോൾ 6 LPA ആയിരുന്നു അവർ ഓഫർ ചെയ്തത്. കുറെ കമ്പനികൾ 6 LPA ഓഫർ ചെയ്തിരുന്നു. അപ്പൊ 6 LPAക്ക് താഴെയാണെങ്കിൽ പിന്നെ അടുത്ത ഇന്റർവ്യൂക്ക് പിന്നെ ഇരിക്കാം. പക്ഷെ 6 LPA അതിന് മേലെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഡ്രീം പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ 8 LPA 9 LPA 10 LPA അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂവിന് ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ കണ്ടീഷൻ ആണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ ചെയ്യണമായിരുന്നു. ചെയ്യാൻ ഓഫർ 13 LPA 13 LPA തന്നെ ആദ്യം എനിക്ക് കിട്ടിയുണ്ട്. എനിക്ക് ഗെയിലിനും ONGC ഒന്നും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിൽ ONGCയും അങ്ങനെയുള്ള ഗവൺമെന്റ് PSCകളെല്ലാം അവസാനമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ക്ലാസ്സിലുള്ള മിടുക്കന്മാരും 9 പോയിന്റർമാരും എല്ലാം ആദ്യം കയറി വേദാന്ത ചെയ്യണം അങ്ങനെയുള്ള കമ്പനികളെല്ലാം പ്ലേസ്മെന്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഗെയിൽ വരും. അവിടെ പിന്നെ പ്ലേസ്മെന്റ് ഇരിക്കാൻ ആരും കാണത്തില്ല. ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും മിക്കവാറും PSC ഉള്ള പ്ലേസ്മെന്റ് കിട്ടുന്നത്. പിന്നെ PSCകൾ എപ്പോഴും CGPA പ്രിഫർ ചെയ്യും. ബാക്കി പ്രൈവറ്റ് കമ്പനികൾ അങ്ങനെ നോക്കത്തില്ല, ഇന്റർവ്യൂ റിസൾട്ട് മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷേ ഈ PSCകൾ പ്ലേസ്മെന്റ് നോക്കുമ്പം CGPAയും കാസ്റ്റ് റിസർവേഷനും ഇതെല്ലാം അവർക്ക് റേറ്റ് ചെയ്യും. അവരിതെല്ലാം നോക്കും. എടാ അതേപോലെ ഒരു കാര്യം കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യം, KTU കോളേജ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പൊ നിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താ അതിനെ പറ്റി? ഈ KTU വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഫിഷാറ്റിൽ എക്സ്പോഷർ ഭയങ്കര ബെറ്ററാണ്. ഫിഷാറ്റിൽ നല്ല രീതിക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഉണ്ട്. ഞാൻ KTUവിൽ പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് ഞാൻ പറയാം. കാരണം ഫിഷാറ്റിൽ വരുന്ന കമ്പനികളൊക്കെ നല്ല ലെവൽ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആയാലും പിന്നെ EC ആയാലും ഒക്കെ നല്ല നല്ല കമ്പനികൾ അവിടെ വരുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് സേഫ്റ്റിനെ പറ്റി തന്നെ പറയാം. സേഫ്റ്റിനെ പറ്റിയിട്ട് ഫുള്ള് ഓൾ ഇന്ത്യ ലെവലിൽ എന്താ പറയാ അത്ര നല്ല PSCകളല്ലേ ഡയറക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേറെ കോളേജ് ഇല്ലാത്തതുകൊണ്ടല്ലേ, അത് അവർ ഡയറക്റ്റ് ചെയ്ത് ഓപ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ക്വാളിറ്റി സ്റ്റുഡൻസിന് ഇപ്പൊ എന്റെ കമ്പനി തന്നെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വെപ്പുണ്ട്. ഫിഷാറ്റിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്നുള്ള ആ ഒരു നോളജ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ എടുക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ എടുക്കണം വലിയ നിർബന്ധമൊന്നുമില്ലല്ലേ. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ കോളേജിലാകുമ്പോഴും നമ്മുടെ ആ ലാംഗ്വേജും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാ ട്രെയിൻഡ് ആയി ഷേപ്പായി വരുമോ തനിയെ ഓട്ടോമാറ്റിക്കലി? ഓട്ടോമാറ്റിക്കലി വരുമോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പാടാ. ഓട്ടോമാറ്റിക്കലി വരണമെന്നില്ല, അത് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മൾ തന്നെ സെറ്റാക്കി കൊണ്ടുവരണം. കോളേജിൽ ഒരിക്കലും ഒരു കോളേജിൽ അവര് ഇരുത്തി ലാംഗ്വേജ് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ അവർ ഒരിക്കലും ചെയ്യിക്കത്തില്ല ഒന്നും. സ്റ്റുഡൻസ് ഇല്ലേ അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെവലപ്പ് ആവും എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതുണ്ട്. കാരണം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കും. അതായത് ഫിഷാറ്റിന് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിപ്പോ KTUവിൽ ഏതെങ്കിലും കോളേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മലയാളം തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫിഷാറ്റിൽ പോയപ്പോൾ ഞാൻ കുറേയൊക്കെ ഇംഗ്ലീഷ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കോമൺ, അത് ആർക്കും ഇങ്ങനെ എന്താ പറയാ ഒരു അറപ്പായിട്ട് തോന്നത്തില്ല അവിടെ. ഇംഗ്ലീഷ് ഭയങ്കര കോമൺ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്ന ഇംഗ്ലീഷ്. അത് കാരണം അതുണ്ട്, ഡിഫറൻസ് ഉണ്ട് അതിന്റെ. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു NIT പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എഫക്ട് ആയിരിക്കും. കാരണം കുറെ പേര് പുറത്ത് ഇന്ത്യയിൽ വരുന്നവരായതുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ സെയിം ഒരു എഫക്ട് ഫിഷാറ്റിലും കിട്ടും.
കാരണം എന്ന് വെച്ചാൽ നമ്മളെ കോളേജിൽ എന്ന് വെച്ചാൽ ഫുള്ള് മലയാളികള്, ഒരാളോ രണ്ടാളെങ്കിലും വന്നാലേ പക്ഷെ അത് നിർത്തി പോകും. പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അത് വെച്ച് നോക്കുമ്പോ ഒരു ബെനിഫിറ്റ് ആണ്. അത് ബെനിഫിറ്റ് ഉണ്ട്. അത് ഈ നോർത്ത് ഈസ്റ്റ് മാത്രമല്ല, ചിലപ്പം ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസും വരാറുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഉണ്ട്. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കൻ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ രീതിക്ക് നല്ലതാണ്. പിന്നെ ക്യാമ്പസ് ലൈഫ് വളരെ നല്ലതാണ്. ക്യാമ്പസ് ലൈഫിൽ നിന്ന് തന്നെ നല്ല ഫ്രീഡമാണ്, നല്ല ക്യാമ്പസ് ലൈഫാണ്. പിന്നെ ആ ഒരു ക്യാമ്പസ് ലൈഫിൽ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആരും നിങ്ങളെ വന്ന് അടിച്ചിരുത്തി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിട്ടേക്കല്ല. അതുകൊണ്ട് വഴിതെറ്റി പോകുന്നവർക്ക് വഴിതെറ്റി പോവുകയും ചെയ്യാം. അങ്ങനെയുള്ള കുറെ സംഭവിച്ചിട്ടും ഉണ്ട്. പക്ഷേ ആ ഒരു ഫ്രീഡം അവര് നല്ല രീതിക്ക് പഠിപ്പിക്കുകയും ചെയ്യും. ഞാൻ കുറെ കാര്യങ്ങൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. നല്ലൊരു ഫ്രീഡം ഉണ്ട് എന്തായാലും ക്യാമ്പസിൽ. പിന്നെ ഫുഡ് അതും പറയണമല്ലേ, ഫുഡ് നല്ലത് തന്നെയായിരുന്നു. ഞാൻ അവിടെ ഹോസ്റ്റൽ മെസ്സിലെ ഫുഡായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. പുറത്തായിരുന്നു നിന്നത്, എന്തായാലും ഹോസ്റ്റൽ മെസ്സിലെ ഫുഡായിരുന്നു. പക്ഷെ എല്ലാം അവിടെ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നല്ല സ്ട്രോങ് ആണ്. അപ്പം ഈ ഹോസ്റ്റൽ മെസ്സിന്റെ ഇലക്ഷൻസ് ഉണ്ട്. അപ്പം ഏത് പാർട്ടിയാണോ ജയിക്കുന്നത് ആ പാർട്ടി ആയിരിക്കും മെസ്സ് കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു പാർട്ടിക്ക് പവർ നിൽക്കാനായിട്ട് ഫുഡ് എപ്പോഴും നല്ലതായിരിക്കും. ഫുഡിൽ എന്തെങ്കിലും മോശം വന്നു കഴിഞ്ഞാൽ അവിടെ വൻ അടിയായിരിക്കും. അതുകൊണ്ട് ഫുഡ് എപ്പോഴും അടിപൊളിയായിരിക്കും. പിന്നെ ഇത് രണ്ടും അല്ലാണ്ട് പിന്നെ കൊച്ചിയാണ്. അപ്പം വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുലു മാളാണ്. കണക്ടിവിറ്റി വെച്ച് നൈസാണ്. അതൊക്കെ അവര് തപ്പി പിടിച്ചോളും എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ചിലപ്പോ ചിലരൊക്കെ ഇൻട്രസ്റ്റ്. പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്ത് പറയാനായിട്ടുണ്ടോ? പിന്നെ പറയുന്നത് ഇത് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യം. ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ജോലി എന്നുള്ളതല്ല, നിന്റെ ലൈഫിൽ നിനക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നീ നോർമലി 12th വരെ നമ്മളൂടെ ആയിരുന്നു, അത് കഴിഞ്ഞ് കയറിയപ്പോ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിന് നല്ല ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് പോകുന്നു എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഭയങ്കര രീതിക്ക് മാറും. കാരണം അത് പ്രത്യേകിച്ച് എന്റെ കമ്പനിയിലാണെങ്കിൽ ആരായാലും അവിടുന്ന് പോയിട്ടുള്ള അവരുടെ സ്റ്റാൻഡേർഡ് ഭയങ്കര രീതിക്ക് മാറിയിട്ടുണ്ട്. കാരണം അവര് ജസ്റ്റ് 6 മാസം ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എക്സ്പോസർ കിട്ടിയേക്കുന്ന $multi-billion എക്യുപ്മെന്റ്, കൺട്രോളിങ്, അതിന്റെ ഒക്കെ ഡയറക്റ്റ് പ്രൊജക്ടിന്റെ ഡയറക്റ്റ് ഉത്തരവാദിത്തം കൊടുത്തേക്കുക. നമ്മൾ അത്ര കെയർഫുൾ ആയിരിക്കണം, അത്ര എഫിഷ്യന്റ് ആയിരിക്കണം, അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നാച്ചുറലി അത് ഡെവലപ്പായി ബിൽഡായി വരും. അത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം. മലയാളികൾ നോർമലി കുറച്ച് ഫാസ്റ്റ് ആണ് അതില്. അപ്പൊ നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യും. അത്ര എഫിഷ്യന്റ് ആയിട്ടിരിക്കണം, മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലെവൽ ഭയങ്കരമായിട്ട് മാറും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ലെവൽ ഭയങ്കരമായിട്ട് മാറും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ഓയിൽ ആൻഡ് ഗ്യാസ് കിട്ടുകയാണെങ്കിൽ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പൊ ചിലർക്ക് ചിലപ്പം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ഈ HSCയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, HSC എഞ്ചിനീയറുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പം ചിലർക്ക് എന്താ പറയാ കുറച്ച് ബോറായിട്ടൊക്കെ തോന്നും. അത്ര ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ജോലി അല്ല അത്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്യുന്ന മാതിരി, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അവിടെ ചെയ്യുന്ന പണി ഭയങ്കര കോമഡിയാണ്. എന്നാലും അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഫീൽഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. പ്രശ്നം വലിയ ഒത്തിരി പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചലഞ്ചിങ് അല്ലാന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ചലഞ്ചിങ് ആയിട്ടൊന്നും വരത്തില്ല. ആരും വന്നിട്ട് ചോദിക്കാനോ പറയാനും പറ്റത്തില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങനെ പോകും. അപ്പം അതിന് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും, കയ്യിൽ പൈസയും കിട്ടും. അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല സെക്ടർ തന്നെ. അതായത് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് ജോലിക്ക് പോവുക, പൈസ വാങ്ങിക്കുക, വീട്ടിൽ പോവുക, അങ്ങനെ പോകും. അതേപോലെ ഒരു കാര്യം, ലേ ഓഫ് എല്ലായിടും ഉണ്ടല്ലോ. ഇവിടെയും ലേ ഓഫിന് ചാൻസ് ഉണ്ടോ? അതോ ഇവിടെ ആളില്ലാതെ കിടന്ന് ഓടുവാണോ കമ്പനി? ലേ ഓഫിന് ചാൻസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ കയറുകയാണെങ്കിൽ എന്തായാലും ലേ ഓഫിനൊക്കെ ചാൻസ് വരും. പക്ഷേ IT സെക്ടർ കമ്പയർ ചെയ്യുമ്പോൾ ലേ ഓഫിന്റെ ഒക്കെ ചാൻസ് കുറവാണ്. സെക്യൂരിറ്റി കൂടുതലാണ്. ഫീൽഡ് സെക്യൂരിറ്റി കൂടുതലാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, CS വേഴ്സസ് ഫയർ ആൻഡ് സേഫ്റ്റി പറഞ്ഞു, അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ടോ? ജോബ് സെക്യൂരിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പർ ഹാൻഡ് നിന്ന് പറയാവോ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഒരു അഷുറൻസ് പോലെ? ജോബ് സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യൂടാ, അത് ഇൻഡസ്ട്രി ഏത് കമ്പനിയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ അവിടെ അപ്പോഴും ഒരു ആവറേജ് സ്റ്റുഡന്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? സേഫ്റ്റി ആണോ CS ആണോ?
സ്റ്റുഡന്റിനെ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി ആണ് CS ആണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്? ആവറേജ് സ്റ്റുഡന്റിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുക സേഫ്റ്റിയാണ് ബെറ്റർ എന്ന്. എന്ന് പറഞ്ഞാൽ അതിന് അതിന്റെ കുടുംബം നോക്കണം, അതായത് സാലറിയാണ് ഇമ്പോർട്ടന്റ്, അല്ലാണ്ട് വല്ല ചലഞ്ചിങ് ആയിട്ടുള്ള പൊസിഷൻ ഒന്നും നോക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ടെക്നിക്കലായിട്ട് ഒത്തിരി പോകാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സേഫ്റ്റി തന്നെയാണ് ബെറ്റർ. സേഫ് ആയിട്ട് ജോലി കൊണ്ട് നടക്കാൻ നല്ല രീതിക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അടുത്ത ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ എക്സ്പീരിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവൻ പുറത്തു പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് മാറുകയും ചെയ്യാം. എന്റെ കൂടെ പഠിക്കുന്ന കുറെ പേര് ഇപ്പം പുറത്ത് മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട് പോകുന്നത്, ഒരു വർഷം 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, പിന്നെ UK മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട്, ഫയറിന്റെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അതിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇതിലും ഓപ്പർച്യൂണിറ്റീസ്, പുറത്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിന്റെ ആവശ്യം വേണ്ടി എടുത്തില്ലല്ലോ നിങ്ങളുടെ സാലറി ഇത്രയാകുമ്പോൾ. എന്താ നിങ്ങളുടെ സാലറി ഇത്രയും കിട്ടുമെങ്കിൽ ലോണിന്റെ ആവശ്യം കുറയുമല്ലോ, നോർമലി ഒരാൾ എടുത്തിട്ട് അതേ രീതിയിൽ പോവുകയാണെങ്കിൽ. പുറത്തു പോകാനാ? പുറത്തു പോകാൻ ലോണിന്റെ ആവശ്യം വരും, പക്ഷെ അത് കുറച്ച് പോരെ ബാക്കി വെച്ച് നോക്കുമ്പോൾ. ഞാൻ പറയാം, എന്റെ കൂട്ടുകാരൻ പോയേക്കുന്നത് ഏകദേശം കുറച്ചാണ്. കാരണം 20-25 ലക്ഷം വരെയാണ് ചെലവ് വരിക മൊത്തത്തിൽ പഠിക്കാനായിട്ട്. അപ്പം ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവാണ്. കാരണം മറ്റേ നമ്മള് വേറെ ഫീൽഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 30-40 അങ്ങനെയൊക്കെ ആകും. അപ്പൊ 2 വർഷം കൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് കിട്ടും. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ IIT അല്ല NIT, IIIT ഒക്കെ വെച്ചോളും ക്യുസാറ്റ് അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ പറയുന്നുള്ളൂ? ആ ഒരു സെയിം ലെവലാണോ? അത് ഞാൻ പറയാം, അത് ഭയങ്കര കോമഡിയാ. ഇപ്പം ഞാനിപ്പോ അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം എന്റെ കൂടെ ഉള്ള കൊളീഗ്സ് എല്ലാവരും IIT-ക്കാരും NIT-ക്കാരും. ഇപ്പൊ മെക്കാനിക്കൽ ആയാലും ഇൻസ്ട്രുമെന്റേഷൻ, സിവില്, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ സ്റ്റുഡൻസും NIT IIT. അതിലൊരു ഓടുവന്നായിട്ട് നിൽക്കുന്ന സേഫ്റ്റി ഫെയർ മാത്രമേ ഉള്ളൂ. അതിൽ ക്യുസാറ്റ് വരും. ക്യുസാറ്റ് അപ്പൊ ആ ഒരു ലെവലിലായി ഓൾറെഡി. ഞാൻ പറയുക ആ ലെവലല്ല. ക്യുസാറ്റ് എന്നുള്ള പാസ് ഔട്ട് ആയിട്ട് വരുന്നവര്, ഞാനിപ്പോ എനിക്കറിയാം എന്റെ സീനിയേഴ്സ് ഉണ്ട്, എന്റെ ജൂനിയേഴ്സ് ഉണ്ട്, അവരെപ്പോഴും മറ്റവരെ കളി മുകളിൽ ഒരു പടിയാണ്. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അത് ചിലപ്പോൾ മലയാളികളായോണ്ടായിരിക്കും. മലയാളികൾക്ക് എന്തോ സ്കില്ലുണ്ട്, അത് ഇവര് തന്നെ പറയുക. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആന്ധ്രാപ്രദേശില്ല, അവര് തന്നെ പറയുകയും ചെയ്യുന്നത്. മലയാളികളാണെങ്കിൽ മലയാളികൾ കുറച്ച് ഇന്റലിജന്റ് ആയിരിക്കും, സ്മാർട്ട് ആയിരിക്കും, അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിഫറെന്റ് വേയിലായിരിക്കും. അതുകൊണ്ട് NIT-ക്കാർ IIT-ക്കാർ പറ്റി നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഈ ഒരു ഫീൽഡ് ആണെങ്കിൽ അവരുടെ അതേ റേഞ്ചിൽ അതേ സെയിം സാലറി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുളുവിനൊരു IIT-യുടെ ആ ഒരു പ്രൊഫഷനിലോട്ട് എത്താൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു. അതെ, ഒരു അഡ്വാൻറ്റേജ് ചുളുവിന് IIT-യിലേക്ക് എത്താൻ പറ്റും, ആ ഒരു ഇതുണ്ട്. അടുത്ത അഡ്വാൻറ്റേജ് ചുളുവില് UPS അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ കയറി പറ്റാൻ പറ്റും, അതും അടുത്തൊരു പ്രൊഫഷൻ ഉണ്ട്. ഗവൺമെന്റ് സെക്ടർ PSC ജയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കാൻ പറ്റും. ഇപ്പൊ ഈ PSC വരുമ്പോഴത്തേക്ക് ഒരു 60 പേരിൽ ഒരു 30 പേരാണ് കോമ്പറ്റീഷൻ എങ്കിൽ അതർ ബ്രാഞ്ച് എടുക്കുമ്പോൾ 4 ലക്ഷം അടുപ്പിച്ച ആളുകളുടെ അത്രയും എക്സ്പോഷർ ആവുന്ന അത്രയും സേഫാ. അതായത് ഇപ്പൊ ഒരു ഗേറ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ 10 ലക്ഷം പേരെ ഗേറ്റ് എഴുതി അതിനായിരിക്കും ഒരു 10 പേർക്ക് ചിലപ്പോൾ കിട്ടുന്നത്. 15 ലക്ഷം എഴുതി കഴിഞ്ഞാൽ കട്ട് ഓഫ് എയിംസ് കഴിയുന്നത് അത് എഞ്ചിനീയറിംഗ് സർവീസ് ആണല്ലോ ഗേറ്റ്. പക്ഷെ റാങ്ക് 200 അണ്ടറൊക്കെ വേണ്ടേ ഗേറ്റ് എഴുതി കഴിഞ്ഞാൽ? 1000 അണ്ടർ വേണം. 100 അണ്ടറിൽ വരണം കിട്ടണമെങ്കിൽ. ഇതിലാണെങ്കിൽ 60 പേരിൽ നിന്ന് 4 പേരെ ഗെയിലെടുക്കും, 2 പേരെ HPCയിൽ എടുക്കും, 2 പേരെ IOCയിൽ എടുക്കും, 2 പേര് ഓയിൽ ഇന്ത്യ എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. 10 പേർക്ക് എന്തായാലും PSCകൾ കിട്ടും. അത് 60 പേരിൽ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ CGPA ഫേവർ ചെയ്യും, പക്ഷേ ലക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ ഫാക്ടറായിട്ട് നിൽക്കുന്നത്. CGPA ഉള്ളവരൊക്കെ ചിലപ്പോൾ അതിനേക്കാളും മുന്നേ പോകും. എന്റെ ക്ലാസ്സിലൊക്കെ എന്നെക്കാളും CGPA ഉള്ളവരൊക്കെ വേദാന്തയിലായിരുന്നു കയറിയത്. അവർക്ക് PSC കിട്ടിയില്ലായിരുന്നു, വേദാന്ത ഫിക്സഡ് ആയതുകൊണ്ട് പിന്നെ അവർ PSC കിട്ടിയില്ല. ഇനി ഇത് കേട്ടിട്ട് പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്തിരിക്കും ആളുകൾ. അങ്ങനെ ഇരിക്കത്തില്ല, റിസ്ക് ആണ്, അതുകൊണ്ട് അവർ അപ്ലൈ ചെയ്യും. PSC വരും ഇല്ലെന്നുള്ള അറിയാൻ പറ്റത്തില്ല. ഏതൊക്കെ PSCകളാണ് വരിക, അത് വരുമോ ഇല്ലയോ, അതൊക്കെ അവസാനം അവരറിയിക്കത്തില്ല. അതൊക്കെ അവസാനം വന്ന് വരത്തേ ഉള്ളൂ. അത് എല്ലാ ഇയറിലും എല്ലാ PSCകളും വരത്തില്ല, അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ഈ അലൂമിനി നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യോ എന്തെങ്കിലും ഒരു നീഡ്? അലൂമിനി നെറ്റ്വർക്കും ഹെൽപ്പ് ചെയ്യും. ക്വിസാറ്റിന്റെ അലൂമിനി നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആണ്. അപ്പം കമ്പനികളുടെ പ്ലേസ്മെന്റ് അടുത്ത കമ്പനികൾ അവിടെ തന്നെ വരാനായിട്ട് നല്ല രീതിക്ക് അത് ഫേവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്വിസാറ്റിനുള്ള സ്റ്റുഡൻസിന് ചെയ്യുന്ന എന്റെ കമ്പനിയിൽ ഭയങ്കര വിലയാണ്. അപ്പൊ അവർ അതേപോലെ ടാലന്റ് അവര് റിസൈൻ ചെയ്ത് പോകുമ്പോൾ അതേപോലെ ടാലന്റ് കിട്ടാനായിട്ട് പിന്നെ അവർ ക്വിസാറ്റ് തന്നെ വരും.
ഇപ്പൊ എന്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന HFC ഞാൻ മാനേജർ പൊസിഷനിൽ എന്റെ മാനേജർ 3 പേരുണ്ടായിരുന്നു. 3 പേര് ഒറ്റ സമയം റിസൈൻ ചെയ്ത് പോയി. അപ്പൊ ഡയറക്റ്റ് എന്നെ ഫയറിൽ എടുത്ത് HFC എന്നെ ഒരു മാനേജർ പൊസിഷനിൽ ഇരുത്തി. എന്നിട്ട് എന്റെ അണ്ടറിൽ പിന്നെ വല്ല ജൂനിയർ ആയ എന്റെ ക്വിസായിട്ട് തന്നെ ഒരു പെങ്കൊച്ചാണ് എന്റെ ജൂനിയർ ആയിട്ട് വന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു അവിടെ. ഞങ്ങൾ രണ്ടുപേരായിരുന്നു മാനേജ് ആ ഡിപ്പാർട്ട്മെന്റ് മൊത്തം മാനേജ് കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഗേൾസിന് കുഴപ്പമില്ലല്ലോ, അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ലേ? റിസ്ക് ആവൂലല്ലോ. റിസ്ക് ആവൂല, പക്ഷെ ഗേൾസിന് ബുദ്ധിമുട്ടായിരിക്കും. ഗേൾസിന് ബുദ്ധിമുട്ടുണ്ടാവുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷനാണ്. ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷനുകളാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എല്ലാം വരുന്നത്. ആ ഒരു പ്രശ്നം വരും. അത് കാരണമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പ്രൊഫഷൻ വൈസ് ഗേൾസിന് നല്ല പ്രൊഫഷൻ തന്നെയാണ്. അല്ലാണ്ട് ഇതിനകത്ത് വലിയ എന്താ പറയാ ഹാർഡായിട്ട് ജോലി ഫിസിക്കലായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. എല്ലാം ടെക്നിക്കലാ, കമ്പ്യൂട്ടറിൽ ചെയ്യാൻ. കൂടുതലും നമ്മൾ കമ്പ്യൂട്ടർ തന്നെ ആയിരിക്കും ഇതിന് ഫുൾ പണി. ഓഫീസിൽ തന്നെ ആയിരിക്കും. 90% ഓഫീസിൽ തന്നെ ആയിരിക്കും. 10% ചിലപ്പോൾ ഫീൽഡിൽ പോകും, ചെക്ക് ചെയ്യും, അതൊക്കെ തന്നെ. അപ്പം ഗേൾസിനും പറ്റില്ല. പക്ഷെ ലൊക്കേഷൻ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ പിന്നെ കേണിന്റെ തന്നെ രാജസ്ഥാൻ ഫെസിലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ടൗൺഷിപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും എനിക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. PSUകളൊക്കെ ആണെങ്കിൽ എങ്ങനെ ആവും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ഒരു ഡിഫിക്കൽറ്റി എന്തായാലും ഫേസ് ചെയ്യും. കാരണം റിമോട്ട് ലൊക്കേഷൻ ട്രാവലിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്ര സേഫ്റ്റി ഒരു ഫാക്ടറാണ്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ഫീൽഡാണ്. നിങ്ങൾ ഒരിക്കലും വേറൊരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഞാനൊരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല. ഞാനൊരു കോളേജിന് കഴിഞ്ഞ് പാസ്ഔട്ട് ആയപ്പോൾ തന്നെ എന്റെ അണ്ടറിൽ 31 പേരായിരുന്നു. 31 പേരെ കമാൻഡ് ചെയ്യുന്ന ഒരു ഫയർ ഓഫീസർ പൊസിഷനിലെ ഡയറക്ടറിനെ കയറ്റി ഇരുത്തിയത്. 3 ഫയർ ടെൻഡർ, ഒരു ഓഫ് ഷോർ പ്രൊഡക്ഷൻ സപ്പോർട്ട് വെസൽ, ഫയർ ഫൈറ്റിങ്ങിനുള്ള. അപ്പൊ ഇത്രയും ആ ഒരു ലെവലിലാണ് റെസ്പോൺസിബിലിറ്റി കയറിയത്. അതുകൊണ്ട് അപ്പൊ ഈ ടീമിനെ കൊണ്ട് പുറത്തുള്ള വേറെ പ്ലാന്റുകളിൽ പോവുകയും മ്യൂച്വലായിട്ട് മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുകയും ആക്ച്വൽ ഫയർ ഫൈറ്റിംഗ്, അതായത് കളക്ടർ അവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് ബോഡീസിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം വേറെ പല ഗവൺമെന്റ് ബോഡീസ് ഉണ്ട്, DGMS, OSD, DGCA. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ഓഡിറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഫേസ് ചെയ്യണം. ഇതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എക്സ്പോഷർ, ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഒരിക്കലും വേറൊരു ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. നമുക്കത് ഓപ്പൺനെസ് കിട്ടത്തില്ല. നമുക്കൊരിക്കലും തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ആരുടെ. നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുക, അത് ചെയ്യുക, അങ്ങനെ പോവുക. അപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ വിളിക്കുക, സംസാരിക്കുക, സാധനങ്ങൾ ഓർഡർ ചെയ്യുക. ഇപ്പം നമ്മളിപ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പം കോഡിൽ വരുന്ന എന്താ പറയുക ഇൻവോയ്സിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ട്രാക്ക് ചെയ്യണം, നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ആ ഒരു എക്സ്പോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാ. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും, പക്ഷേ അത്രയ്ക്ക് പാടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബോറായിട്ട് ഇല്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയതായിട്ട് പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം. സെയിം കാര്യം ചെയ്യുന്നു. സെയിം കാര്യങ്ങള്. പക്ഷെ ഹാപ്പി ആയിരിക്കും എല്ലാ കാര്യങ്ങളും. സാലറി ഇപ്പൊ കയറി പോകും. പക്ഷെ പഠിക്കുന്ന രീതിക്ക് നമ്മൾ ഏകദേശം സാച്ചുറേറ്റ് ആവും. സാലറി നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സാലറിയും കൂടും. അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാലറി എന്തായാലും കൂടും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇതേപോലെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ എന്തായാലും കുറെ ആൾക്കാർ പ്രിഫർ ചെയ്യും. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സിറ്റിയിൽ പോകണം. ഗേൾസിനൊക്കെ വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ പോകണം തന്നെ ഇല്ല. ഇതാണെങ്കിൽ നമുക്ക് EY ഒക്കെ അറിയത്തില്ലേ, കൺസൾട്ടൻസാ, ഡിലോയിറ്റ്, EY, PwC, പ്രൈസ് വാട്ടർ കൂപ്പർ. അപ്പൊ ഇങ്ങനെയുള്ള ഇവരൊക്കെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഇങ്ങനെ വലിയ സിറ്റികളിലൊക്കെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികളിൽ ഡയറക്റ്റ് കൺസൾട്ടന്റ് ആയിട്ട് കയറുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ കൺസൾട്ടന്റ് ആയിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. പക്ഷെ അതിലിപ്പോ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 2 ദിവസം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 3 ദിവസം വർക്ക് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ് ഇങ്ങനെയുള്ള കൺസൾട്ടൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ട് ജോലി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഓഫ് ഷോർ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് ഹെലികോപ്റ്ററിൽ പോകുന്ന ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. അതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ്, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് വേറെ ഇൻഡസ്ട്രിയിലൊന്നും അങ്ങനെ കിട്ടത്തില്ല. പിന്നെ ഇഷ്ടംപോലെ കോൺഫറൻസുകൾക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ കമ്പനി ജോയിൻ ചെയ്തിട്ടാണ് കുറെ കോൺഫറൻസും, അതായത് പല സ്റ്റേറ്റിൽ പല ലൊക്കേഷൻസിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. കമ്പനി തന്നെ നമ്മളെ അയക്കും, അവരുടെ ചെലവിലും അവർ തന്നെ അയക്കും. അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ അത് കിട്ടും. വേറെ ഉള്ള കമ്പനികൾ, അതായത് ഇപ്പൊ നമ്മുടെ IT സെക്ടറിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ബെനിഫിറ്റുകൾ കിട്ടില്ല. എപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴും 5 സ്റ്റാർ അക്കോമഡേഷൻ ആയിരിക്കും. 5 സ്റ്റാർ താഴെ പരിപാടിയൊന്നും കാണത്തില്ല. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ്, 5 സ്റ്റാർ അക്കോമഡേഷൻ, ഫുഡ് എല്ലാം കമ്പനി തന്നെ നോക്കിക്കോളും.
അതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഭയങ്കര എക്സ്പോഷർ ആണ്, ഭയങ്കര വാല്യൂഡ് ആയിരിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വാല്യൂഡ് ആയിരിക്കും. PSU ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്ത്, അല്ലാണ്ട് ഇൻഡസ്ട്രി അല്ല, നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കാണും PSUവിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാര്യം ഈ ഒരു എന്താ പറയാ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ഉണ്ട് ജോലിക്ക്. പഠിക്കാൻ കാണത്തില്ല, പിന്നെ കുറച്ച് സാച്ചുറേറ്റഡ് ആവും, കുറച്ച് ബോറിംഗ് ആവും, അങ്ങനെയുള്ള ചിലർക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാത്തവർക്കാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. ജോലിക്ക് ടെൻഷൻ കുറവാണ്. അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ എന്റെ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ടെൻഷൻ ഉണ്ടാവും. കാരണം എന്റെ മുകളിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് ആരുമില്ല. എന്റെ പ്ലാന്റിന്റെ പുറത്ത് എന്റെ പേര് വലിയ ഫ്ലക്സ് ബോർഡിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് ഫയർ ഓഫീസർ ആരാ സച്ചിൻ ഭാസ്കർ. അതായത് പ്ലാന്റിൽ തീ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റെസ്പോൺസിബിൾ. അത് മാത്രമല്ല നമ്മള് അതിന്റെ ഫോട്ടോ ഉണ്ട്, അത് അയക്കാം. അത് മാത്രമല്ല നമ്മളിങ്ങനെ മാസം തോറും ഒരു നമ്മളിങ്ങനെ ഗവൺമെന്റ് ബോഡിക്ക് നമ്മള് അതായത് എന്താ പറയാ, നമ്മള് ടാക്സ് ഫയൽ ചെയ്തില്ല, അതേമാതിരി ഫയലിംഗ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഫയലിംഗ് ഉണ്ട്. നമ്മള് DGMS-നും ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി, ഇവരൊക്കെയാണ് നമ്മുടെ കൺട്രോളിംഗ് ബോഡീസ്. DGMS, ഡയറക്ടർ ജനറൽ ഓഫ് മൈൻ സേഫ്റ്റി, OSD, ഓയിൽ ഇന്ത്യ സേഫ്റ്റി ഡയറക്ടറേറ്റ്. അപ്പൊ ഇവർക്കൊക്കെ നമ്മൾ ഫയൽ ചെയ്യും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നമ്മൾ എഴുതി വെക്കും, ഇന്ന എക്യുപ്മെന്റ്സ് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഇന്ന എല്ലാം കവേർഡ് ആണോ, എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണോ, ഇന്ന ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആണോ. അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് അടുത്തൊരു കോളയും കൂടെ അതിന്റെ അടുത്ത് കാണും, അങ്ങനെ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഇത്ര രൂപ ഫൈൻ, അല്ലെങ്കിൽ ഇത്ര നാൾ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അതാണ് അതിന്റെ സീരിയസ്നെസ്. ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഇതൊക്കെ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. നമ്മളൊക്കെ ജൂനിയർ പൊസിഷനിൽ ഇരുന്ന് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഒരിക്കലും അങ്ങനെ വരത്തില്ല ആദ്യം തന്നെ. എനിക്കെന്തോ അങ്ങനെ ആദ്യം തന്നെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എന്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളായിരുന്നു എല്ലാം ഇതുകൊണ്ട് ജോബൊക്കെ വന്നോണ്ടിരുന്നത്. പിന്നെ നിന്റെ ഒരു ഇൻട്രസ്റ്റും CS അല്ലായിരുന്നു? എന്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ട് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് തന്നെ ഒരു തന്നത്. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെക്നിക്കലാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. എപ്പോഴും ടെക്നോളജി, അതായത് ഇപ്പം നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും ഏത് തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏറ്റവും ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഇതേമാതിരിയുള്ള സെക്ടറിലായിരിക്കും. ഇതൊക്കെ പോയി വലിയ മെഷീനറീസും എക്യുപ്മെന്റ്സും എല്ലാം നേരിട്ട് കാണാൻ പറ്റും. അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റും. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെ. ഇപ്പോ എന്റെ പ്ലാന്റ് തന്നെയാണെങ്കിൽ ഏകദേശം 50,000 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റും നല്ല ഏരിയ. അത്ര 50,000 മീറ്റർ ക്യൂബിന്റെ 5 ടാങ്ക് ഉണ്ട്, 5 ക്രൂഡ് ടാങ്ക്. അപ്പൊ അത്രത്തോളം ആ ടാങ്കും അതിനകത്ത് ക്രൂഡ് സ്റ്റോറേജ്, പിന്നെ നാച്ചുറൽ ഗ്യാസ് പ്രോസസിങ്, കംപ്രഷന്, അങ്ങനെയുള്ള പ്രോസസ്സുകൾ, അങ്ങനെ എല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. പക്ഷെ സേഫാണ്. അങ്ങനെ നിങ്ങൾ ഡേഞ്ചർ ആണെന്നുള്ള ആലോചിച്ച് ചിലരൊക്കെ അങ്ങനെ വിചാരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിനേക്കാളും ഡേഞ്ചറസ് ആണ് നിങ്ങൾ റോഡിൽ കൂടെ പോകുന്നത്. അത്രയൊക്കെ പറയാനുള്ളൂ. കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി പ്രോട്ടോകോൾസ് ആയിരിക്കും ഇങ്ങനെയുള്ള കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ 2 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു ഇൻസിഡന്റ് പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു കോളിന് പോലും ഫയർ കോളിൽ ഒന്നും പോലും പോകാൻ വന്നിട്ടില്ല. അത്രയ്ക്ക് സേഫ്റ്റി അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെ വേണം, സ്ഥലത്ത് വേണം, എല്ലാം ചെക്ക് ചെയ്യണം, ഓവർസീ ചെയ്യണം. എന്തെങ്കിലും എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി. വേറൊന്നുമില്ലടാ. വേറൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോവാം. അല്ലാണ്ട് ഇവിടെ തന്നെ ഇതിന്റെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ നോർമൽ ഡിഗ്രി ഒക്കെയാണ് ചിലപ്പോ പിന്നീട് റീസ്റ്റാർട്ടിന് ഒരു പാടായിരിക്കത്തില്ല. ഇത് അങ്ങനെ കാണുമോ, അതോ ഡയറക്റ്റ് ആയിട്ട് കിട്ടുമോ എവിടെ ചെന്നാലും തിരിച്ചു വരുമ്പോഴും ജോബ്? തിരിച്ചു വരുമ്പോഴും കിട്ടും. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. 2 കൊല്ലം എക്സ്പീരിയൻസ്. കരിയർ ബ്രേക്ക് ഒരു പ്രശ്നമാവും അവിടെ. അത് പക്ഷേ ഒരു റീസൺ ഉണ്ടല്ലോ, സ്റ്റഡീസിന് പോയി പഠിച്ചെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പ്രശ്നം വരത്തില്ല. പക്ഷെ ബാക്കിയുള്ള ബ്രാഞ്ച് വെച്ചൊക്കെ ഇതൊരു അഡ്വാൻറ്റേജാണ്. നിങ്ങളെ തിരിച്ചു വന്നാൽ എടുക്കാനാവുന്നുണ്ട് അല്ലേ? എടുക്കാൻ ആളുണ്ട്. കാരണം എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഈ സെക്ടറിൽ. പിന്നെ ഇഷ്ടംപോലെ ഓപ്പണിംഗ്സും കാണും. പല ഇൻഡസ്ട്രിയിൽ
എപ്പോഴും ഓപ്പണിംഗ് വരണമെന്നില്ല, പക്ഷെ ഓപ്പണിംഗ് വരുമ്പോൾ അപ്പോഴുള്ള ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുന്നുണ്ട് തിരുവനന്തപുരം, അതിന് ഇനി ഒത്തിരി ഓപ്പണിങ്സ് വരാനുണ്ട്. ഇപ്പൊ കൊല്ലത്ത് ഓയിൽ ഡ്രിൽ ചെയ്യുന്നുണ്ട്, അവിടെ ഇനി ഓപ്പണിങ്സ് ഒക്കെ വരാനുണ്ട്. അങ്ങനെ ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ട്രൈ ചെയ്യാം. അതായത് ഇനിയൊരു 4 കൊല്ലം കഴിയുമ്പോ ഇതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട് നല്ലപോലെ. ഈ പൊട്ടൻഷ്യൽ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ പൊട്ടൻഷ്യൽ ഇനിയിപ്പോ വരുന്നുണ്ട്. അതായത് ആളുകളുടെ നീഡ് വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ഇല്ല, ആളുകൾ ഇല്ല പുതിയതായിട്ടല്ലേ? ആൾക്കാർ കുറവാ. കാരണം ഇതേപോലെ 2 കോളേജ് മാത്രമേ ഉള്ളൂ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള. അപ്പം എത്ര പേര് കാണും? 60 പേര് നമ്മുടെ കോളേജിൽ നിന്ന്, 60 പേര് NFS ന്ന്, 60 പേര് UPSC UPSC എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ UPS എന്ന് പറഞ്ഞൊരു ഒരു കോളേജും കൂടെ ഉണ്ട്. പക്ഷെ അവിടുന്ന് അങ്ങനെ എടുക്കാറില്ല. അവർ തേർഡ് പ്രയോറിറ്റിയാ. അവിടുന്ന് അങ്ങനെ കമ്പനികൾ എടുക്കുന്ന ഭയങ്കര കുറവാണ്. UPES എന്ന് പറയും. അപ്പൊ നമ്മുടെ ഒക്കെ ആയിരിക്കും പിന്നെ പ്രയോറിറ്റി വരിക. അപ്പൊ എത്ര 120 പേരായിരിക്കും ഒരു വർഷം പാസ്സായിട്ട് വന്നത്. അതിനകത്ത് അത്ര സ്കേഴ്സിറ്റി അല്ലേ. ഒരുവിധം ക്രിട്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും സേഫ്റ്റി ആൻഡ് ഫയർ ഓഫീസർ ആവശ്യമാണ്. ഫയർ ഓഫീസർ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഓരോ ബോട്ടിലിംഗ് പ്ലാൻ ഉണ്ടല്ലോ, നമ്മുടെ പാരിപ്പള്ളി തന്നെ ബോട്ടിലിംഗ് പ്ലാൻ ഉണ്ട്, LPG ബോട്ടിലിംഗ്. അപ്പൊ ഇതേമാതിരി വരുന്ന എല്ലാ കമ്പനികൾക്കും എല്ലാ സെക്ടറുകൾക്കും സേഫ്റ്റി ഓഫീസേഴ്സ് ആവശ്യമാണ്. ഈ വലിയ ഹൈറൈസുകൾക്കും ചില ഹൈറൈസുകൾക്കും ഈ സേഫ്റ്റി ഓഫീസേഴ്സിന് ആവശ്യം. പക്ഷെ അവർക്ക് ഒരു സാലറി ഒന്നും കാണത്തില്ല. നല്ല സാലറി കാണുന്നുണ്ടെങ്കിൽ ഇതേമാതിരി നല്ല ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ സൗദി അറാംകോ, അഡ്നോക്ക് അങ്ങനെയൊക്കെ പോകും, അവിടെ എടുക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ അതോ വൈൻഡപ്പ് ചെയ്യാം? വേറെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാം പറഞ്ഞു, എല്ലാം കവർ ചെയ്തു. ശരി, താങ്ക് യു.